ഒന്നുമില്ല, ചേട്ടൻ പൊയ്ക്കോ. പ്രശ്നം ഞങ്ങൾ തമ്മിലാ. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്ന് വെച്ചാ ഈ സാറിനെ തല്ലാൻ വന്നതാ. തല്ലിട്ടേ പോകൂ. തടുക്കാൻ വന്നാ തനിക്കും കിട്ടും. ഇങ്ങോട്ട് മാറി. എന്ത് ചെയ്യാ? നമ്പിയാതിരിക്ക് ഈ വഴിയേ അറിയാവൂ. ഞാനന്ന് പപ്പന്റെ വീട്ടിൽ വന്ന് കാല് പിടിച്ച് പറഞ്ഞതല്ലേ ആ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന്. അന്ന് താനത് കേട്ടില്ലെങ്കിലും പത്രാധിപര് കേട്ടു. ഒരു കൊല്ലത്തോളം അയാൾ തടഞ്ഞും വെച്ചു. പിന്നെ പപ്പനോട് വഴക്കുണ്ടാക്കി ബഹളം വെച്ച് അതിപ്പോ പ്രസിദ്ധീകരിക്കുക. കൂട്ടുകാരനല്ലേ, നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തൂടെ? തന്റെ ഉമ്മാക്കിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ എഴുതിയത് പ്രസിദ്ധീകരിക്കും, എന്ത് പ്രശ്നം ഉണ്ടായാലും. പപ്പന്റെ മനസ്സ് മാറ്റേണ്ടി വരും. ദേ യവന്മാര് മനസ്സ് മാറ്റിക്കാൻ മിടുക്കന്മാരാ. ഒന്ന് മനസ്സ് മാറ്റിയെടുത്തു. എന്ത് പറ്റി? ഒന്ന് ചതഞ്ഞിട്ടുണ്ടല്ലോ. ബൈക്കിൽ നിന്ന് വീണോ? ഏയ്, ആരോ നല്ല പോലെ തടവി വിട്ടതാണെന്നാണ് തോന്നുന്നത്. കയ്യിലിരിപ്പ് അതല്ലേ, നാട്ടുകാരെടുത്ത് ഓമനിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ ഫ്രണ്ട്ഷിപ്പ്, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. പോകുന്നത് ഒരുമിച്ച്, വരുന്നത് ഒരുമിച്ച്, തല്ലുകൊള്ളുന്നത് ഒരുമിച്ച്. അയ്യോ, എന്തിനാ കുഞ്ഞിനെ ജനിപ്പിക്കുന്നവരെ ഒരുമിച്ചല്ലേ? അതെ, കഷ്ടം. ഇന്ന് മാറ്റുന്നില്ലേ? എന്ത്? അല്ല, ബൈക്ക് അങ്ങോട്ട് മാറ്റുന്നില്ലേ? അല്ല, ഇതിവിടെ ഇരുന്ന് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇരുന്ന ബാലുവിന്റെ ആണെന്ന് തെറ്റിദ്ധരിക്കും. പപ്പന് വേണ്ടപ്പെട്ടത് സ്വന്തം വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതല്ലേ ഭംഗി. അതെ, ബ്രേക്ക് പൊട്ടുന്ന വണ്ടിയിലാ കളി, അത് മറക്കണ്ട. നിങ്ങൾ ഇത് എന്തുള്ള പുറപ്പെടാ? ചിലക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉറക്കി കിടത്താന്ന് വിചാരിക്കണ്ട. ഇനി ഞങ്ങൾ ഉണർന്നേനിരിക്കും. നിനക്കും ഇനി ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. വീടും കൂടി ഇല്ലാതെ എവിടെ കിടന്ന് ഉറങ്ങാൻ? അതെ, പപ്പ വന്നേ. അവന്മാർക്ക് വട്ടളകിതാ. നീ പോയിക്കോ, ഞാൻ മോനെടുത്തുണ്ടോ വന്നേക്കാം. വേണ്ടടാ, അവന്മാരെന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നൊരു ദിവസം കുട്ടികൾ മാറിക്കിടക്കട്ടെ. പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. നാളെ രാവിലെ കാണാം.
കിടക്കണു 50 ലക്ഷവും കാറും. ഓ അറിയുന്നില്ലല്ലോ. പൊക്കോ പൊക്കോ വാടാ. പാവം കുഞ്ഞിനെ നുള്ളണ്ടായിരുന്നു. എടാ മണ്ട, കുഞ്ഞിന്റെ കരച്ചിലേട്ട് ഹേമ വരും. അവള് വന്ന് കുട്ടിക്ക് പാൽ കൊടുത്തോണ്ടിരിക്കുമ്പോ അത് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. എന്നാലേ നമ്മൾ പറയുന്നതിൽ അമ്മയ്ക്ക് വിശ്വാസം വരൂ. അംബിക കരയല്ലേ മോനെ, വാവോ. എന്ത് മോനെ കരയല്ലേ? അംബികേ, കുഞ്ഞു കരയുന്ന കേട്ടില്ലേ? പാല് കൊടുക്ക്. അമ്മേ, അമ്പി എവിടാ? കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ. അതൊക്കെ പറയാം. അമ്മിങ് വന്നേ, അച്ഛനെ വന്നേ. എന്താടാ പറയാം, വാ. കുഞ്ഞു കരയുന്നു. നോക്ക്, ഇവരിങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന അവൾ എങ്ങനെ പാല് കൊടുക്കും? ഞങ്ങൾ ഒളിഞ്ഞു നോക്കിയെങ്കിലേ അത് കാര്യമുണ്ടടാ. വൃത്തികെട്ടവന്മാര് 5 എണ്ണത്തിനെ നിന്റെ ഭാര്യ വളർത്തിയല്ലേടാ. എന്നിട്ടും അച്ഛാ, അയ്യോ, ഞങ്ങൾ അതല്ല നോക്കിയത്. നാലെണ്ണത്തിന് നീയും അമ്മേ, തല്ലരുത്, അയ്യോ, തല്ലരുത്. ഞങ്ങൾ പറയുന്നത് അമ്മേ, എന്നെ, അയ്യോ. നിർത്തമ്മേ, നിർത്ത്. ഞങ്ങളെ തല്ലാനും കൊല്ലാനും വരുന്നതിനും അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് അമ്മയെ ചതിക്കുകയാണ്. ഒരു ആൺകുഞ്ഞ് ജനിച്ചെന്നും പറഞ്ഞ അമ്മ തുള്ളി ചാടുകയാണല്ലോ. എന്താ ഒരു കാര്യം അറിഞ്ഞു? ഈ വീട്ടിൽ ആൺകുഞ്ഞ് ജനിച്ചിട്ടില്ല. പിന്നെ അവളുടെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞാണെന്നാണോ നീ പറയുന്നത്? അത് ആൺകുഞ്ഞ് തന്നെയാ, പക്ഷെ ഇത് ഇവിടുത്തെ കുട്ടിയല്ല, പപ്പന്റെ ഹേമയുടെ കുട്ടിയാ. ഒരുമാതിരി വൃത്തിയായിട്ട് പറയരുത്. നീ കളിച്ചതൊക്കെ മതിയടാ. ഞങ്ങൾ ആശുപത്രി പോയി എല്ലാവരും അറിഞ്ഞു. അമ്മ ഇങ്ങോട്ട് മാറിയേ. ഏത് ആശുപത്രിയില്? മിണ്ടിപ്പോരുത്. അസൂയാണമ്മേ, അസൂയ. ഇവിടെ ആൺകുഞ്ഞ് ജനിച്ചപ്പോ മുതൽ തുടങ്ങിയത് ഇവർക്ക് ഈ അസുഖം. എന്നിട്ട് ഇപ്പൊ ഓരോ നുണക്കഥകളും കൊണ്ട് വന്നിരിക്കുന്നു. നുണക്കഥ ഉണ്ടാക്കുന്ന ഇവനാ. അമ്മേ, അമ്മ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം. നീ മിണ്ടി പോരുത്. രണ്ടാളും എന്റെ കണ്ണുമുപ്പി കണ്ടുപോരുത്. ഇറങ്ങി പോടാ. അമ്മേ, ഇറങ്ങി പോയേ പറഞ്ഞത്. പോകാം. ഞങ്ങൾ ഇപ്പൊ തെളിയിച്ചു തരാം. ഞങ്ങൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ തെളിയിച്ചു തരാം. നീ ഇവിടെ നിൽക്ക്. മാറിയില്ല അച്ഛാ. എന്ത് പറ്റി അമ്പികെ? കുഞ്ഞിനെ ഇങ്ങതാ. തൊട്ടുപോകരുത്. ഈ വീട്ടിലെ കുഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്താ ദണ്ണം? കുഞ്ഞിനെ വെറുതെ ഓ, കരയിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ കരച്ചിൽ മാറ്റാൻ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. നീ നിന്റെ വീട്ടിലേക്ക് പോവണേ. പറഞ്ഞത് കേട്ടില്ലേ? പൊടി. ഇതേ ഞങ്ങളുടെ ബാലുവിന്റെ കൊച്ച. ഇത് കരയോ കരഞ്ഞെറിഞ്ഞ് ചാകുവോ എന്തുവേണേ ആയിക്കോട്ടെ, അത് ഞങ്ങൾ നോക്കിക്കോളാം. നീ നിന്റെ പാട് നോക്കിപ്പോ. അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായില്ലേ? ഇനി അമ്മയുടെ പേരെ കുട്ടി കാണണ്ടേ? ഞാൻ കാണിച്ചു തരാം. ശ്രീരേട്ടാ, എന്തീ കാണിക്കുന്നത്? കുഞ്ഞിനെ എവിടെ കിടത്താൻ? ശ്രീരേട്ടാ, ഇതേ അവിടെ വളരേണ്ട കുഞ്ഞാ. ഇത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ശ്രീരേട്ടാ, ശ്രീരേട്ടാ, കുഞ്ഞ്. അമ്മേ, 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 ഇതാ ഇവളാണ് അമ്മയുടെ 10ാമത്തെ പെൺ പേരക്കുട്ടി. ഈ ബൊമ്മയാണോടാ എന്റെ പേരക്കുട്ടി?
കുഞ്ഞോടെ തൊട്ടിലുണ്ടായിരുന്നല്ലോ. തൊട്ടിലില്ല. എന്റെ കുഞ്ഞെവിടെ? ബാലു, കുഞ്ഞെവിടെ പപ്പ? മതി, ഇനി നാടകം കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്റെ കുഞ്ഞെവിടെ? വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കണ. മര്യാദയ്ക്ക് പറയുന്നത് നല്ലത്. ഇയാൾ എന്റെ കുഞ്ഞിനെ എന്താ ചെയ്ത് പറയൂ. പറയാതെ ഞാൻ വിടില്ല. എന്റെ കുഞ്ഞെവിടെയാണ് പറയാൻ. വിടണവനെ. ഇതുവരെ എല്ലാരെയും കൊരങ്ങ് കളിപ്പിച്ചിട്ട് നിന്ന് കസർത്ത കാണിക്കുന്നോടാ നായെ. ഇത്രയും കാലം എന്റെ മുണ്ടിന്റെ തുമ്പി തൂങ്ങി കിടന്നിട്ട് നിനക്ക് ആരാണ് ഈ വളഞ്ഞ വഴി പറഞ്ഞു തന്നത്? നീയാണോടാ? അതോ നിന്റെ ഭാര്യയോ? പുല്ലേ, നീ ചെയ്ത ചെറ്റത്തരത്തിൽ കുഞ്ഞിനെ അടിച്ചു മാറ്റാനൊന്നും വരാൻ പോണില്ല. പക്ഷെ ഞാനത് ചെയ്യില്ല. ആ തൊട്ടിൽ നിന്ന് കിട്ടിയതായി കിടക്കുന്നേ. എന്നെ അന്വേഷിക്കണ്ട, എന്നെ പറ്റി പോലീസിലും പരാതിപ്പെടണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ജീവൻ ആപത്താണ് എന്ന് പപ്പന്റെ സ്വന്തം മകൾ. ഹലോ. ആ നമ്പ്യാതിരിയാണ്. ഓ നാശം, തനിക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഇപ്പൊ ആവശ്യം നിനക്കല്ലേ, നിന്റെ കുഞ്ഞിനെ. നിന്റെ അമ്മുമ്മയുടെ ആ റിപ്പോർട്ടുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. എങ്കിൽ നിന്റെ മോള് അതേ തൊട്ടിൽ വന്ന് കിടക്കും. നിന്നെ ഞാൻ വെറുതെ ബഹളം വെക്കണ്ട. ആദ്യം പറയുന്ന അങ്ങോട്ട് അനുസരിക്ക്. പത്രമാഫീസിൽ പോയി ഇനിയുള്ള മാറ്റർ കൊടുക്കരുതെന്ന് പറ. അല്ലെങ്കിൽ അറിയാമല്ലോ നമ്പ്യാതിരി ആരാണെന്ന്. നിന്റെ മോളെ ഞാൻ കഷ്ടം കഷ്ടമായി കൊത്തി നുറുക്കും. ഹലോ ഹലോ. എന്താടാ, ആരാ വിളിച്ചത്? പറയടാ, എന്താ സംഭവിച്ചത്? നീ വിഷമിക്കണ്ട. എന്താ വേണ്ടെന്ന് നമുക്ക് ചെയ്യാം, ഉടനെ ചെയ്യാം. നീ കാര്യം പറയുന്നുണ്ടോ? കുഞ്ഞ് നമ്പ്യാതിരിയുടെ കയ്യിലാ. ഇപ്പോ എങ്ങനെയുണ്ട്? അതാണ് ഈ ഉർമീസ്. മുതലാളി എന്തൊക്കെ ചെയ്തു? വിരട്ടി, ആളെ വിട്ട് തല്ലിച്ചു. എന്നിട്ട് വല്ല ഗുണവുമുണ്ടായോ? ഇനി നോക്കിക്കോ, പപ്പരാജനല്ല അവന്റെ അപ്പൻ രാജനായാലും നമ്മൾ വരച്ച വരയിൽ നിൽക്കും. അതാണ് ഉർമീസ്. ഉറുമിയായാലും കൊള്ളാം, ചുരുകിയായാലും കൊള്ളാം, പറഞ്ഞ കാര്യം നടക്കണം. ഇനി ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പോലും പത്രത്തിൽ വരാൻ പാടില്ല. വരില്ല. ഇനി ഈ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതല്ല എന്ന് പത്രത്തിൽ അച്ചടിച്ച് വരാതെ അവന്റെ കുഞ്ഞിനെ അവന് കിട്ടില്ല. അതാണ് ഉർമീസ്. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ഈ അതാണ് ഉറുമീസ് എന്ന് അപ്പ ഇങ്ങോട്ട് പറയണ്ട. ഇല്ല, പറയില്ല. മുതലാളിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് മേലിൽ ഞാൻ മിണ്ടില്ല. അതാണ് ഉറുമീസ്. ഓ, കൈ കഴിക്കുന്നു. അമ്മേ, ഹോർലിക്സ്. ഇങ്ങോട്ട് വന്നേ. ഹോർലിക്സ് കുടിക്കാമേ, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഒരാൺകുഞ്ഞിനെ നോക്കി നോക്കി ഒരുപാട് വലഞ്ഞതല്ലേ. അമ്മേ, ദേ നോക്കി ആരൊക്കെ വന്നിരിക്കുന്നതെന്ന്. ഈ തറവാട്ട് ജനിക്കുന്ന ആദ്യത്തെ ഇരട്ട കുട്ടികളാണ്. കാര്യം പെണ്ണായി പോയി എന്നുള്ള ഒറ്റ കുറവേ ഉള്ളൂ. അതല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അമ്മേ? കാര്യം ഞാൻ റേഷൻ കടയിൽ കരിഞ്ചന്തക്കാരനാണ്, പൂഴ്ത്തിവെപ്പുകാരനാണ്, തൂക്കത്തിൽ തട്ടിപ്പ് കാണിക്കുന്നവനാണ്. പക്ഷെ ജീവിതത്തിൽ അതും എന്റെ അമ്മയോട് എന്തെങ്കിലും ഒരു ചതി, ഒരു വഞ്ചന ഞാൻ ചെയ്തിട്ടുണ്ടോ? അമ്മ പറ, മോള് കരയാതെ. ഓരോരുത്തരുടെ അമ്മയുടെ സ്വത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വരെ വിൽക്കാൻ തയ്യാറാ. എനിക്ക് സ്വത്തും വേണ്ട, ഒരു മണ്ണാകട്ടയും വേണ്ട. നീ കുഞ്ഞിനെ പിടി. പക്ഷെ ഞാൻ എന്റെ അമ്മയെ ചതിക്കില്ല. ഇവിടത്തെ ചതിയന്മാരെ ഞാൻ അനുവദിക്കുകയില്ല. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി ഞങ്ങളുടെ ഉണ്ടാവും. ആ വടക്കേറ്റത്തെ മുറിയിലെ വടക്കേറ്റത്തെ മുറിയിൽ ഇപ്പൊ ഞങ്ങളാ. അതുകൊണ്ട് തന്നെ തെക്കേറ്റത്തെ മുറിയിലോട്ട് പൊക്കോ. ചേട്ടൻ ഇങ്ങോട്ട് താമസം മാറ്റിയോ? മാറ്റേണ്ടി വന്നു. നമ്മുടെ അമ്മ ഇങ്ങനെ ഒരു ചതിക്കുഴി വിട്ടിട്ട് പോകാൻ പറ്റുമോ? മാളവിക ആർക്കും അങ്ങനെ ചതിക്കുഴിയിൽ ഇറക്കാൻ കഴിയില്ലടാ. ചതിക്കാൻ നോക്കിയവൻ കിടന്ന് അനുഭവിക്കുന്നത് കണ്ടില്ലേ? അവന്റെ കുഞ്ഞിനെ ഇനി തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടില്ല, അതിനെ ഇനി കിട്ടില്ല.
ഇനി അതിന്റെ ശവം പോലും അവനോ അവളോ കാണില്ല. ഞാൻ ഒരു വർഷമായി തടഞ്ഞു വെച്ചിരുന്ന മാറ്റർ അല്ലേ അത്. താൻ തന്നെയല്ലേ അത് കുത്തിപ്പോക്കി ഡയറക്ടറെ കൊണ്ട് കമ്പനി ഏൽപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ നിർത്തിവെക്കാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർ, നമ്പ്യാതിരി വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവന്റെ കുട്ടിയാണെന്ന് കരുതി എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഈ റിപ്പോർട്ട് നിർത്തിവെച്ചില്ലെങ്കിൽ കുഞ്ഞിനെ കൊന്നു കളയുന്ന ആള് പറയുന്നത്. ഓ മൈ ഗോഡ്, എപ്പോഴാ സംഭവം? ഇന്നലെ രാത്രി. എന്നിട്ട് ഇപ്പോഴാണോ എന്ന് പറയുന്നത്? എന്താ മിസ്റ്റർ പപ്പൻ ഇത്ര ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയത്? നല്ലൊരു സെൻസേഷൻ ന്യൂസ്. ലേറ്റ് ആയി പോയി. സാരമില്ല, ഈവനിങ് എഡിഷനിൽ കൊടുക്കും. സാർ, പത്രത്തിൽ കൊടുക്കുന്നതൊക്കെ അപകടമാണ്. സർ പ്ലീസ്, ഒരു സെൻസേഷണൽ ന്യൂസ് തരാനല്ല ഞങ്ങൾ വന്ന്. ഈ റിപ്പോർട്ട് എങ്കിലും നിർത്തിവെച്ചേ പറ്റൂ. സോറി മിസ്റ്റർ പപ്പൻ, വേണമെങ്കിൽ കുഞ്ഞ് കാണാതായ ന്യൂസ് ഞാൻ കൊടുക്കാതിരിക്കാം. പക്ഷേ ആ റിപ്പോർട്ട് നിർത്തിവെക്കാൻ പറ്റില്ല. അത് പത്രത്തെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ പറയരുത് സർ. എന്റെ കുഞ്ഞ്... സോറി, ഐ എം ഹെൽപ്ലെസ്. ആ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചേ പറ്റൂ. ബാലു, എന്താ ബാലു കൈയിട്. സോറി സർ. നീ ഇങ്ങനെ വൈൽഡ് ആവാതെ എന്തെങ്കിലും ഒരു മാർഗം കാണാം. എന്താ ഹേമേത്, നീ എന്താ ഫോൺ എടുക്കാതിരുന്ന്? ഹലോ ഹലോ. ആ, താനാണ് കൊള്ളാമല്ലോടോ. രണ്ടാം ഭാഗവും പ്രിന്റ് ചെയ്യാൻ കൊടുത്തു അല്ലേ? തനിക്ക് തന്റെ കുഞ്ഞിനെ കുറിച്ച് യാതൊരു ചിന്തയില്ലേ? ഹലോ നമ്പേതിരി, ഞാൻ പറയുന്ന കൂടി ഒന്ന് കേക്ക്. എടാ തെണ്ടി, മര്യാദക്ക് എന്റെ കുഞ്ഞിനെ തരുന്ന നല്ലത്. പപ്പന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് നീ തട്ടിക്കൊണ്ടുപോയതേ എന്റെ കുട്ടിയാ. ഹലോ ഹലോ, നിങ്ങളാരാ? ഞാൻ ബാലു, ബാലചന്ദ്രൻ ഉണ്ണിത്താൻ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിനക്കെന്നെ അറിയില്ല. കൊത്തി നുറുക്കും ഞാൻ. റാസ്കൽ. എടാ ഉറുമീസേ, ഇത് പപ്പന്റെ കുട്ടിയല്ല, വേറെ ആളുടെ തന്റെ കുട്ടിയാണെന്ന്. ഓ, നിന്നെയൊക്കെ ഇത് ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. മുതലാളി, പപ്പന്റെ വീട്ടില്, അവന്റെ മുറിയില്, അവന്റെ തൊട്ടിലി കിടന്നുറങ്ങുന്ന കുട്ടിയല്ലേ പപ്പന്റെ കുട്ടി. വേണമെങ്കിൽ ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. നമുക്ക് ചോദിക്കാം. ആരോട്? കുഞ്ഞിനോട് തന്നെ ചോദിക്കാം. ആ പൊടിക്കുഞ്ഞിനോടോ? പൊടിക്കുഞ്ഞിനോടല്ല, അലിക്കുഞ്ഞിനോട്. അലിക്കുഞ്ഞാ വീട് കാണിച്ചു തന്നത്. അലിക്കുഞ്ഞ് വേണ്ട, ഒരുത്തരോടും ചോദിക്കണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മര്യാദയ്ക്ക് പപ്പന്റെ കുട്ടിയെ ഇവിടെ എത്തിച്ചോണം. ഇല്ലെങ്കിൽ നമ്പ്യാതിരി മഹാപേശക കൊന്നുകളയും നിന്നെ. മുതലാളി, ഈ ഉറുമി സാരം